നുസ്രത് ജഹാനിലേക്കാണ് പോകുന്നത്. ശ്രീമതി നുസ്രത് ജഹാൻ, കഴിഞ്ഞ ദിവസം ഈ പിടിയിലായ ഷഹിൻ ഷാഹിദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടറെ പറ്റി നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനും കൊടും ഭീകരനുമായ മൗലാന മസൂദ് അസർ ഒരു വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്, വനിതകൾ കൂടി ഇനിയും ജിഹാദിനായി ഇറങ്ങി പുറപ്പെടണം, വനിതകൾ കൂടി ആയുധമെടുത്ത് ഇതര മതവിഭാഗങ്ങൾക്കെതിരെ പോരാടണം, അങ്ങനെ ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടാകണമെന്ന ആഹ്വാനം മസൂദ് അസർ നടത്തി. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വനിതാ ജിഹാദികൾ എന്ന് പറയപ്പെടുന്ന രീതിയിൽ ആളുകൾ പിടിക്കപ്പെടുന്നു. അവരെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായ വസ്തുതകൾ അവരിൽ നിന്നും പുറത്തേക്ക് ലഭിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തെ നോക്കിക്കാണുന്നത്? ശ്രീമതി നുസ്രത് ജഹാൻ, അങ്ങേക്ക് തുടങ്ങാം. ഇത് മസൂദ് അസറിന്റെ ഒരു വെളിപ്പെടുത്തൽ ആഹ്വാനം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത്, നമ്മൾ ആലോചിച്ച് എങ്ങനെ വൈറ്റ് കോളർ ഗ്രൂപ്പ് വന്നു, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വനിതകളിൽ റിക്രൂട്ട്മെന്റ്. അതിൽ തന്നെ ആ സമയത്ത് തന്നെ അതിനെപ്പറ്റി നമ്മൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട എല്ലാ സംഗതികളും, സ്ത്രീന്റെ നഖം ഹറാമ്, മുഖം ഹറാമ്, കാല് ഹറാമ്, മുടി ഹറാമ്, പീരിയഡ്സ് വന്നാൽ ആ സ്ത്രീ ഹറാമ്, എല്ലാം ഹറാമാക്കിയ പെണ്ണ്, കണ്ണ് മാത്രം പുറത്ത് കാണിക്കേണ്ട പെണ്ണ്, സിനിമ കാണാൻ പാടില്ല, അഭിനയിക്കാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, ചുമരിന്റെ അപ്പുറം ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല പറയുന്ന ഒരു വിഭാഗം ടെററിസത്തിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ വനിതകളെ കൂടെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കൈയടിച്ച നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗക്കാരതിന് കൈയടിച്ചു. അപ്പൊ ഇവർക്ക് ഇതെല്ലാം ചെയ്ത് തട്ടത്തിന്റെ 1 മീറ്റർ തുണീന്റെ മേലെ നമ്മൾക്ക് പേടിയുണ്ടോ ചോദിച്ചു. ഒരു കാലത്തും നമ്മളൊന്നും പേടിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയ കാലം തൊട്ട് ഇവരെയൊന്നും നമ്മൾ പേടിച്ചിട്ടില്ല. പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പേടിക്കേണ്ട ഈ വൈറ്റ് കോളർ ടെററിസം തന്നെ. പെണ്ണുങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന വെച്ചാല് ഇത് ഇവര് CAA NRC സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ലോങ് പ്ലാനായി. ഇവരുടെ ടീമൊക്കെ എന്നോ ടീമായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. കാരണം അന്ന് പെണ്ണുങ്ങളെ പുറത്തിറങ്ങാത്ത ഈ പറഞ്ഞ പെണ്ണുങ്ങളെ എല്ലാം മൂടി വെക്കേണ്ട പെണ്ണുങ്ങളെ ഇവര് റോട്ടിലിറങ്ങി അമിത്ഷാക്കും മോദിക്കും ഈ രാജ്യത്തിന്റെ സിസ്റ്റത്തിനും ഡെമോക്രസിക്കും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ എതിരെ ഇവര് ജയ് വിളിച്ചപ്പോ പെണ്ണുങ്ങൾ ഇവരെ കൂടെ ഉണ്ടായിരുന്നു. മക്കനേട്ട പെണ്ണുങ്ങൾ പേടിക്കുമായിരുന്നു. നമ്മൾ കണ്ട കറുത്ത രൂപങ്ങളെ എല്ലാം കൂടി വെച്ചിട്ട് തക്ബീർ ചൊല്ലി റോട്ടിലിറങ്ങിയിട്ട് ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ ഇന്ന് വരെ പുറത്ത് പോയിട്ടുണ്ടോ? ഇന്ത്യന്റെ NRC CA കൊണ്ട് ഇതുപോലെ നുഴഞ്ഞു കയറി വന്ന കുറെ അലവലാദികളെ കെട്ടിയെടുത്തു എന്നല്ലാതെ ബംഗാളിൽ നിന്നുമൊക്കെ നമ്മളെ നാട്ടിൽ നിന്നൊന്നും ഒരിക്കലും അതിന് അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഈ ബോർഡറുകളിലുള്ള ഈ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാത്ത, പാവം പിടിച്ചതൊന്നും അറിയാത്ത, ലിറ്ററസി ഇല്ലാത്ത ആൾക്കാരിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ ധരിപ്പിക്കാൻ വേണ്ടിയിരുന്നു ഇവർ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന അന്നേ പ്രാബല്യത്തിൽ വരുത്തിയ ഒരു ടീമാണ് ഈ വിഭാഗം എന്നൊക്കെ പറഞ്ഞ. കാരണം എൻ്റെ ഒക്കെ അനുഭവത്തിൽ തന്നെ എനിക്കറിയാം ഏതൊക്കെ പെണ്ണ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളെ പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ വരുന്ന ഭാഗത്തുനിന്ന് വരുന്ന അറ്റാക്ക്, അവരെ പരിഹാസം, തട്ടയിടാത്തവരെ പറയുന്ന പരിഹാസം, അപ്പൊ ആ 1 മീറ്റർ തുണീന് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ ഒരു സ്കൂളിന്റെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് വരെ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ സോഷ്യൽ മീഡിയ തെരഞ്ഞു നോക്കിയിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? ഒരു മെഴുകുതിരി 2 സന്ധ്യകൾ കഴിഞ്ഞു ഈ ഡൽഹിയിൽ. ഞങ്ങൾക്ക് ഇവിടുന്ന് അരമണിക്കൂർ ദൂരേ ഉള്ളൂ ബൈ റോഡ്. അരമണിക്കൂർ ദൂരത്തുള്ള ഈ സംഗതികൾ നമ്മൾ കാണുക. ഒരു രാജ്യത്തെ ജനങ്ങളെ ഇതൊന്നും നമ്മള് TV-യിലൊന്നും കാണുന്ന പോലെയല്ല. ഈ ഫ്ലഷ് ഇങ്ങനെ തെറിച്ചു പോയിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ മേലെ ഫ്ലഷ് നിൽക്കായിരുന്നു. ഈ മരിച്ചിട്ട് പൊട്ടിത്തെറിച്ച് ആൾക്കാരെ, അവിടെ മരിച്ചവരെ അങ്ങനെ പീസായിട്ടാണ് കിട്ടി. എത്ര വലിയ എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഒരു രാജ്യത്തിന്റെ സെൻട്രല് ഒരു തലസ്ഥാന നഗരിയിൽ നടത്തുമ്പോ ഇത്. അപ്പൊ മോദി അമിത്ഷാ രാജിവെക്കണം. അപ്പൊ മോദി അമിത്ഷാ രാജിവെക്കണ്ടേ? 9 എണ്ണ ഇത്ര അധികം 3000 കിലോ റിപ്പോർട്ടിൽ കാണിച്ച പോലെ പിടിച്ചെടുത്ത് പലരെ അറസ്റ്റ് ചെയ്ത് 12 മണിക്കൂറിനകമാണ് ഒരാളെ കയ്യിലുണ്ടായത്. അവൻ ഈ ഡൽഹി മുഴുവനും ചുറ്റി, മയൂർ വിഹാർ, കാനോട്ട് പ്ലേസ്,
ചാന്ദിനി ചൗക്കിന്റെ അടുത്തെത്തുക എന്നായിരിക്കും ലക്ഷ്യം. ആയിരങ്ങളായിരുന്നു പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനൊന്നും എതിരെ സംസാരിക്കാനോ ഒരു അത് മെഴുകുതിരി തന്നെയാണ് കത്തിക്കാനോ നുസ്രത്ത് ജഹാൻ. അതായത് നമ്മളെ ഇത്ര നാട്ടില് വലിയ ഭീകരാക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിലും അതിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഭീകരത എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കാനോ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രധാനപ്പെട്ട മുന്നണികൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല, സാംസ്കാരിക നായകർ തയ്യാറാകുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്.